ദുരിതം തീരാതെ തമിഴ്നാട്. തമിഴ്നാട്ടിൽ വലിയ നാശമുണ്ടാക്കിയ ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കേരളത്തിലും ബാധിക്കുമാവുകയാണ്. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. കണ്ണൂർ അങ്ങാടിക്കവലയിൽ കാറിന് മുകളിൽ മരം വീണ് യുവാവ് മരിച്ചു. അങ്ങാടിക്കടവ് സ്വദേശി ഇമാനുവലാണ് മരിച്ചത്. മരം വീണ് നിയന്ത്രണം വിട്ട കാർ കുളത്തിലേക്ക് മറിയുകയായിരുന്നു. അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിന് സമീപമായിരുന്നു അപകടമുണ്ടായത്. കാസർഗോഡ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം മുതൽ വയനാട് വരെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, കാസർഗോഡ് ആശങ്കപ്പെടുന്ന സാഹചര്യം അത് തുടരുകയാണോ? എന്താണ് ഇപ്പോൾ അവിടെയുള്ള നിയന്ത്രണങ്ങൾ? സജിത്തെ, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് തുടർച്ചയായി പെയ്യുന്ന മഴ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. ഏതായാലും വടക്കൻ ജില്ലകളിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴയും അതുപോലെ തന്നെ കാറ്റും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ കണ്ണൂരിൽ ഈ കാറപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ച വാർത്ത പുറത്തുവരുന്നത്. അതായത് ഇമ്മാനുവൽ, ഇത് തൃശൂരിലെ വിദ്യാർത്ഥിയാണ്. പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരവെ ഈ കണ്ണൂർ ഇരിട്ടി റോഡിലാണ്, അങ്ങാടിക്കടവിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത്. അവിടെ നിന്നും ഒരു മരക്കൊമ്പ് ഈ കാറിന് മുകളിൽ പൊട്ടി വീഴുമ്പോൾ ആ സമയത്ത് നിയന്ത്രണം വിട്ട് കാറ് സമീപത്തെ ഒരു കുളത്തിൽ മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. എന്തായാലും ഈ ദുരിതപ്പെയ്ത്തിൽ ഒരു മരണം കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു എന്നതാണ് ഏറ്റവും ദുഃഖകരം. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയായിരുന്നു ഈ അപകടമുണ്ടായത്. എന്തായാലും തീരപ്രദേശങ്ങളിലുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ വിനോദസഞ്ചാര മേഖലകളെല്ലാം അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും കാസർഗോഡ് ജില്ലയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ദേശീയ പാതയിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇത് കുമ്പള, ഉപ്പള, ഈ ബന്ദിയോട് ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. അന്തർ സംസ്ഥാന പാതയിൽ, പ്രധാനപ്പെട്ട ദേശീയ പാതയിലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. അത് മാത്രമല്ല ഈ ദക്ഷിണ കന്നഡ ജില്ല, ഉടുപ്പി ജില്ലകളിലൊക്കെ വലിയ തോതിലുള്ള മഴ വരും മണിക്കൂറുകളുണ്ടാവും. അവിടെയും കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, അതായത് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് എന്തായാലും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ജില്ല സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. തീരപ്രദേശങ്ങളിലുള്ളവർക്കാണ് ഇനി വരും മണിക്കൂറുകളിൽ വലിയ ജാഗ്രതയുള്ളത്. ഇനി 3 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. സൈത്തെ, അതാണ് കാസർഗോഡ് അതീവ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്.